എല്ലാരും വേണമെന്നുള്ള തെറ്റി നിൽക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും എനിക്കുണ്ട്. ഞാൻ തെറ്റു, ഞാൻ സോറി ഇതുവരെ പറഞ്ഞിട്ടില്ല. ബ്രോസ്റ്റ് വാങ്ങി, ബ്രോസ്റ്റ് പഠിക്കി, ഞാൻ ബ്രോസ്റ്റ് വാങ്ങിയാൽ കൊറേ വാദിക്കും. നമ്മൾ പറഞ്ഞ സത്യം, പക്ഷെ ലാസ്റ്റ് ഷെഫി പറയുന്നത് തന്നെ സത്യമായിരിക്കും. അവിടെ നിന്ന് പറയുന്നുണ്ട് കേട്ടോ, അടിപൊളിയാന്ന് പറയാൻ. അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ഇത്രയ്ക്ക് എന്താണ് തോന്നുന്നത് അത് മാത്രമാണ് പറയാൻ പറ്റുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തും കൂട്ടിപ്പിടിക്കുന്ന ആ ഒരു സ്വഭാവം എല്ലാരെയും ഒരാളെ അവോയ്ഡ് ചെയ്യുക അങ്ങനത്തെ ഒരു ഇതില്ല. എല്ലാരും നല്ലോണം നിക്കണം, അങ്ങനത്തെ ഒരു എല്ലാരും വേണമെന്നുള്ള തെറ്റി നിൽക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അങ്ങനെ ഒരു പരിപാടികളും രണ്ടുപേർക്കും ഇല്ല. എനിക്കുണ്ട്, ഞാൻ തെറ്റു, തെറ്റാറുണ്ട്. ഞാൻ തെറ്റിയത് അതാണ് പെട്ടെന്ന് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി വരിക. എന്ത് നിഷ്കളങ്കനാണ് നോക്കിയേ. ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിരിക്കുന്നത് സോറിമ തീരുമ്പോ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു ഷോർട്ട് വീഡിയോ ചെയ്തത്. ശരിക്കും അത് അങ്ങനെ തന്നെയാണോ? പിന്നല്ല അല്ലേ, ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ തന്നെയല്ലേ ജിമേ? സോറി പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങൾ, ഒരുവിധം പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ പ്രശ്നത്തിൽ ഒരിക്കലെങ്കിലും സോറി പറഞ്ഞ് തീർന്നിട്ടുണ്ടോ? ഇപ്പൊ പറയണം. ഞാൻ സോറി ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരാള് പറഞ്ഞ് തീരുന്നല്ലേ ഞാൻ പറഞ്ഞു. ഇതൊക്കെ ഇല്ല, ഇത്ത പറയാറില്ലല്ലോ. അറിയില്ല, ഞാൻ ആളുടെ ഫുൾ മൈൻഡിൽ നിന്ന് നാളെ വീഡിയോ എടുക്കണം. അത് മാത്രമാണ് ആളുടെ മൈൻഡിൽ. അതായത് ഇത്തയുടെ ഇഷ്ടമില്ലാത്ത 2 കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞോ. പെട്ടെന്ന് ദേഷ്യം വരും, എന്ത് ഇങ്ങനെ ഇത്രയും. അതോ ഞാന് പെട്ടെന്ന് എനിക്ക് എന്തൊക്കെയോ ചിന്ത വന്നപ്പോ അവര് ഒന്നായിട്ട് ഷെഫി പണിക്കാൻ മാത്രം ആയിക്കൂല, പിന്നെ ഞാൻ കഴിഞ്ഞതൊക്കെ കൂട്ടി യോജിപ്പിച്ച് പിന്നെ അങ്ങ് പോകും അല്ലേ. പിന്നെ എനിക്ക് കിടന്നു പോകും ഞാന്, പിന്നെ റെഡി ആവട്ടോ. ഞാൻ ആദ്യമായിട്ട് ടെൻഷൻ വന്നാ ഞാന് വെള്ളമൊക്കെ കലക്കി ജ്യൂസൊക്കെ അടിച്ചു വെക്കും, വന്ന് കുടിച്ചിട്ട് പിന്നെയും കിടക്കും. ഞാനൊരു ബ്രോസ്റ്റ് വാങ്ങി, ബ്രോസ്റ്റ് പഠിക്കി, ഞാൻ ബ്രോസ്റ്റ് വാങ്ങിയാൽ പഠിക്കി കിടക്കുക. കൊറേ വിളിച്ചു, അതിന് മുമ്പ് ഞാൻ കൊറേ വിളിച്ചു, നന്നാനില്ല. അപ്പൊ ഞാൻ ബ്രോസ്റ്റ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രോസ്റ്റ്. അപ്പൊ ഞങ്ങളിങ്ങനെ കഴിക്കുക, ഞാൻ ഇങ്ങനെ കഴിക്കാൻ വിളിച്ചില്ല. ആ സമയത്ത് ഇവിടെ സ്മെല്ല് ചെയ്ത് ഞാൻ പണിയെ കിടക്കണ വെള്ളം എത്ര ആയിട്ട് ഇതായില്ല, ഇതിനകത്ത് സ്മെല്ല് ചെയ്ത് ഞാൻ ഇങ്ങോട്ട് വന്ന് കുണ്ട പ്രോസസ് പോയി. പിന്നെ വേറെ കേട്ടോ, പണിങ്ങാല് വേഗം ബീഫും പൊറാട്ടയൊക്കെ കൊണ്ടുവരും. രാവിലെ ഒന്നും ഞാൻ ഉണ്ടാക്കൂല. 150 പോയാലും നന്നായിട്ട് ആണ്. അപ്പൊ എല്ലാ കാര്യത്തിനും കോംപ്രമൈസ് ചെയ്യുന്ന ആദ്യം കോംപ്രമൈസ് ചെയ്യുന്നത് ആയിരിക്കും, പുള്ളിയുടെ ഭാഗത്തു നിന്നായിരിക്കും അല്ലേ. അതെ, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ ആളുടെ ഇരിപ്പ് കാണുമ്പോൾ ഞാൻ കുറച്ചൊക്കെ ഓക്കെ ശരി ഇട്ടുകൊടുക്കാന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ ഇനി ഇതേപോലെ തിരിച്ചു വരാണെങ്കിൽ എന്തായിരിക്കും മൈനസോ? മൈനസ് എന്താ, എന്തൊരു കാര്യം പറഞ്ഞാലും പിന്നെ അങ്ങനെ ചെയ്യൂല. എന്താ വെച്ചാല് നമ്മളിപ്പോ രാവിലെ ബെഡ്ഷീറ്റ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വൃത്തിയാക്കി പോരാ. മറവി നല്ല മറവിയുള്ള ആളാണ്. അതിന്റെ പേരതാ, മറവി. പിന്നെന്താ പിന്നെ എന്ത് തന്നെ ആയാലും വിചാരിച്ച അതേ ചെയ്യും. അത് നമുക്ക് പിന്നെ പ്ലസ് ആയിട്ടുള്ള കാര്യം ചെയ്യൂട്ടോ. പക്ഷെ നമ്മള് ഫസ്റ്റ് കുറെ വാദിക്കും, നമ്മൾ പറഞ്ഞ സത്യം, പക്ഷെ ലാസ്റ്റ് ഷെഫി പറയുന്നത് തന്നെ സത്യമായിരിക്കും. അപ്പൊ വാദിക്കാൻ ഭയങ്കര മിടുക്കനാണല്ലേ. ഞാൻ വാദിക്കും, ഷെഫി പറഞ്ഞ തന്നെയാണ്. വക്കീലും കൂടെയാണ് വീട്ടിലെ, ഒരു വൈഫാണ്, ഒരു ഡോക്ടറാണ്, ഒരു വക്കീലാണ്, എല്ലാം ഞാൻ തന്നെ എന്നുള്ള രീതിയിലാണ് അല്ലേ. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ. ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴെങ്കിലും ഷെഫിക്ക് ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ടോ? ഞാൻ നോക്കല്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടില്ല. അങ്ങനെ വന്നിട്ടുണ്ടോ? പ്രപ്പോസലൊക്കെ വരുമല്ലോ സ്വാഭാവികം, അങ്ങനല്ല. പ്രപ്പോസലൊക്കെ ആയിട്ട് വന്നില്ലേ? ഷെഫിക്കോ വെറുതെ പറഞ്ഞ ഒന്ന് സന്തോഷം. ഞാൻ അക്കൗണ്ട് നോക്കല്ല ഷെഫിന്റെ. അതല്ല ഷെമി, എന്റെ അടുത്തൊക്കെ പ്രപ്പോസൽ വന്നീനല്ലോ. എന്ത് നമ്പർ എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ട
അപ്പൊ ഇത് കാണുന്ന ആൾക്കാർ വന്നിട്ട് കമന്റ് ഇടുമായിരിക്കില്ല, ഞാൻ ഒന്ന് പ്രപ്പോസ് ചെയ്യാം, അപ്പൊ ഇത്തേക്ക് പറ്റുമായിരിക്കും. അപ്പൊ ഓൾറെഡി ഷഫീഖയുടെ കാര്യങ്ങൾ തീരുമാനമായി വരുന്നുണ്ട് കേട്ടോ, എല്ലാ കാര്യങ്ങളിലും തീരുമാനമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ പോവില്ല.